ഗുഡ് മോർണിംഗ്. എന്താണ് നിങ്ങൾ അവിടെ ഒരു ഡിസ്കഷൻ? മെസ്സേജ് ഞാൻ കയറിയപ്പോ തരാമെന്ന് നിങ്ങൾ മെസ്സേജ് ഒക്കെ വിടുന്നത് എന്താണ് പ്രശ്നം? എന്തെങ്കിലും ക്ലാസ്സിന് റെക്കോർഡാണ് കേട്ടോ, റെക്കോർഡ് ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കാം. ഞാൻ കയറിയപ്പോഴേ ഇവിടെ മെസ്സേജ് ഇങ്ങനെ എന്താ പറയാ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ഒക്കെ ഇടുമായിരുന്നു. ഓക്കെ, നമ്മളുടെ ക്ലാസ് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് എന്തോ ഒരു സംഭവം ഉണ്ട്, എന്താണ് അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിക്കാം കേട്ടോ. ഓക്കെ, യെസ്, നമ്മുടെ റെക്കോർഡാണല്ലോ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? മെഡിക്കൽ ഇൻഷുറൻസ് അല്ലെ? ആ ചാപ്റ്ററിൽ നമ്മൾ എടുത്തോണ്ടിരുന്നത് കുറച്ച് ദിവസങ്ങളായില്ലേ നമ്മൾ കണ്ടിട്ട്. യെസ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടം വരെ ആയിരുന്നു പറഞ്ഞു നിർത്തിയത്? ഇൻഷുറൻസ് ആൻഡ് അതായത് നമ്മളെ പറഞ്ഞത് ഹെൽത്ത് ഇൻഷുറൻസിൽ ഉൾപ്പെടാത്ത ഡിസീസ് അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻസ്, അതിന്റെ ഒരു ലിസ്റ്റാ പറഞ്ഞത്. ഏതൊക്കെ രോഗങ്ങള് ഈ ഇൻഷുറൻസില്, ഹെൽത്ത് ഇൻഷുറൻസിൽ ഉൾപ്പെടാത്തുണ്ട് അല്ലെ? ആ ഒരു ഹെഡിങ് അല്ലേ നോക്കിയത്. കോസ്മിക് സർജറികള്, അതിനുള്ള ട്രീറ്റ്മെന്റിനുള്ള പൈസ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? യെസ്. അപ്പൊ കോസ്മിക് സർജറികൾക്ക് പൈസ കിട്ടില്ല. അതായത് നമ്മുടെ സൗന്ദര്യമൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യണതാണ് അല്ലേ? അപ്പൊ അത് എന്താ പറയാ, അതിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളതിന് കിട്ടുന്നില്ല. നമ്മുടെ അപ്പിയറൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. അത് ചെയ്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അതിന് ഇൻഷുറൻസ് പൈസ കിട്ടുന്നില്ല. IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് കിട്ടുന്നില്ല. പ്രഗ്നൻസി ആൻഡ് അബോർഷൻ, മിസ്സലേനിയസ് ചാർജസ്, ഏതൊക്കെയാ മറ്റു ചാർജുകളിൽ വരുന്ന? രജിസ്ട്രേഷൻ ചാർജ്, അഡ്മിഷൻ ഫീസ്, സർവീസ് ചാർജസ് connected with the medical treatment are not covered under certain health insurance plan. ചില ഇൻഷുറൻസ് പ്ലാനില് ഇതൊന്നും ഇങ്ങനെയുള്ള മറ്റു ചാർജുകൾ അല്ലെ, അതിനുള്ള കവറേജ് ഒന്നും അവര് കൊടുക്കുന്നില്ല. നെക്സ്റ്റ് ആണ് ഹെൽത്ത് സപ്ലിമെന്റ്സ്. നമ്മുടെ എന്താ പറയാ, ഹെൽത്ത് വർദ്ധിപ്പിക്കാനായിട്ട് പ്രോട്ടീൻ ഷേക്കുകൾ, ഇങ്ങനെയുള്ള പൗഡറുകൾ അല്ലെ, പ്രോട്ടീൻ പൗഡറുകൾ, അതൊക്കെ വാങ്ങാനായിട്ട് എന്താ ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നില്ല. അപ്പൊ അതിനുള്ളത് കിട്ടുന്നില്ല. പിന്നെ അടുത്ത് പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻ. എന്താ, നമ്മൾക്ക് നേരത്തെ ഉള്ള രോഗങ്ങളില്ലേ, മുന്നേ നമുക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രമേഹം, നമുക്ക് ബ്ലഡ് പ്രഷർ, BP, ഇതൊക്കെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ നേരത്തെ ഉള്ള രോഗങ്ങൾക്ക് എന്താണ്, അവര് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നില്ല. ഇനി ചില പ്ലാനില് നമ്മൾ അവിടെ പറയുന്നുണ്ട്, അവിടെ ഒരു വെയിറ്റിംഗ് പീരീഡ് കൊടുക്കുന്നു അല്ലെ? അതായത് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ ഞാനൊരു ഇൻഷുറൻസ് പ്ലാൻ ഞാൻ ഇന്നാണ് എടുക്കുന്നത്. അപ്പൊ അവര് പറയാണ് ഒരു വെയിറ്റിംഗ് പീരീഡ് 1 വർഷം. അതായത് കഴിഞ്ഞ 1 വർഷത്തിനുള്ളില് ഈ ഡയബറ്റീസോ BP ഒക്കെ മൂലം ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ ഞാൻ പോളിസി എടുത്തതിന് ശേഷം എനിക്ക് ആ ഡയബറ്റീസ് ഒക്കെ വരികയാണെങ്കിൽ അവര് കവറേജ് തരും. മനസ്സിലായോ? അപ്പൊ അവരവിടെ എന്ത് പറയുന്നുണ്ട്, ഒരു വെയിറ്റിംഗ് പീരീഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ 1 വർഷത്തിനുള്ളിൽ അയാൾക്ക് അസുഖം വരാൻ പാടില്ല. മനസ്സിലായോ? ആ അസുഖം വന്ന അയാൾ ഹോസ്പിറ്റലൈസ്ഡ് ആവാൻ പാടില്ല. അപ്പൊ നമുക്ക് പറയാലോ, നേരത്തെ ഉണ്ടായിരുന്ന അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ആ 1 വർഷമായിട്ട് അയാൾക്ക് യാതൊരു വിധത്തിലുള്ള അസുഖവും ഇല്ല. ആ ഒരു അസുഖം മൂലം, അത് BP ഹൈ BP ഉള്ളവരാണ്. BP കൂടിയൊന്നും വേറെ കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം നോർമലാണ്. 1 വർഷം കഴിഞ്ഞ 1 വർഷം വെയിറ്റിംഗ് പീരീഡ് ആണ് 1 വർഷം എന്ന് പറയുന്നത്. അതിനുശേഷം അയാൾക്ക് രോഗങ്ങളൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യും, അവര് കവറേജ് കൊടുക്കും. അത്രയല്ലേ നമ്മൾ പറഞ്ഞത്, പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻ. അപ്പൊ ചിലപ്പോ നേരത്തെയുള്ള ചില രോഗങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, അവര് കവറേജ് കൊടുക്കുന്നില്ല. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ പറയുന്നതിനൊന്നും ഏതാണ്, ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നില്ല. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, ലാസ്റ്റത് നോക്കിയേ, സെൽഫ് ഹാം. സെൽഫ് ഹാം എന്ന് വെച്ചാൽ എന്താ? ഇനി ഇതിനകത്ത് പറയുമ്പോഴേ എല്ലാ ഇൻഷുറൻസിനും അവരുടേതായ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. അതാണത്. കൃഷ്ണേന്ദ്ര ചോദിച്ചു, ഞാൻ പറയാം, മെസ്സേജ് ആയിരുന്നു.
അയച്ചപ്പോഴത്തേക്കും എല്ലാ ഇൻഷുറൻസും അങ്ങനെയല്ല. അതാണ് ഓരോ ഇൻഷുറൻസിനും ഓരോ ഇൻഷുറൻസ് പ്ലാൻസിനും അവരുടേതായ കവറേജ് ഉണ്ട്, ഇന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ നമ്മളത് പോളിസി എടുക്കുമ്പോൾ തന്നെ അവര് പറയും അവർക്ക് ആ പോളിസിയുടെ ഇതനുസരിച്ച് ആ പ്രൊസീജിയർ അനുസരിച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് ഇന്ന രോഗങ്ങൾക്ക് മാത്രമേ കവറേജ് തരുന്നുള്ളൂ. അല്ലെങ്കിൽ വെയിറ്റിംഗ് പീരീഡ് ഉള്ള ഇത് ഇത്ര നാള് 6 മാസമാണ് വെയിറ്റിംഗ് പീരീഡ്. അപ്പൊ അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. അതായത് എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയും ഒന്നും ഒരുപോലെ ആവണമെന്നില്ല. അതാണ് എല്ലാ ഇൻഷുറൻസിനും അതിൻ്റെതായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഏത് പോളിസിയാണ് എടുക്കുന്നത് അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, സെൽഫ് ഹാം. സെൽഫ് ഹാം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം വരുത്തി വെക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ളതിന് കവറേജ് കൊടുക്കണോ? നമുക്ക് ഇപ്പൊ ഒരു ആക്സിഡന്റ് പറ്റി, അപ്രതീക്ഷിതമായിട്ട് നമുക്കൊരു രോഗം വന്നു, എന്താ പറയാ, നമ്മളത് പ്രിപ്പയർ ഒന്നും അല്ല, നമ്മൾ പൈസയൊന്നും നമ്മുടെ കയ്യിലൊന്നും കരുതുന്നില്ല, ഇപ്പൊ പോണ വഴിക്ക് ഒരു അപകടം പറ്റി, നമ്മൾ ആദ്യം വിചാരിക്കുന്നതല്ല. അപ്പൊ അങ്ങനെയുള്ളതിന് കവറേജ് വരും. പക്ഷെ സ്വയമായിട്ട് നമ്മൾ വരുത്തി വെക്കുന്നത് അതെന്താ, ഒരു സൂയിസൈഡ്. വെരി ഗുഡ്, ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? അതാ ഞാൻ പറഞ്ഞത്, ആ ഓരോ നമ്മൾ എടുക്കുന്ന പ്ലാനിനെ ബേസ് ചെയ്തിരിക്കും ഏത് പോളിസിയാണ് എടുക്കുന്നത്. ആ പോളിസിയിൽ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ എല്ലാ പോളിസിയിലും ഒരുപോലെ ആവണമെന്നില്ല. അത് നമ്മൾ ഏത് പോളിസി എടുക്കണേ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചിട്ടായിരിക്കും അവർ കവറേജ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഓടിച്ചെന്ന് ഒരു പോളിസി എടുക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പൊ അതിന് മുന്നേ തന്നെ ആ പോളിസിയിൽ എന്തൊക്കെ രോഗങ്ങള് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അവർ കവറേജ് തരുന്നത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ ഇൻഷുറൻസ് പോളിസി എടുക്കാൻ. കണ്ടീഷൻസ് ഉണ്ട്, ഓരോന്നിനും വ്യത്യസ്തമാണ്. നമുക്ക് എല്ലാത്തിനും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി അതാ നേരത്തെ ഇപ്പൊ ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് അവര് എന്താ പറയാ, ചില പോളിസിയിൽ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, 1 വർഷം നോക്കണോളൂ. ആ വെയിറ്റിംഗ് പീരീഡ് 1 വർഷം, 1 വർഷത്തിനുള്ളിൽ അയാൾക്ക് ഡയബറ്റീസ് വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആവാനോ അങ്ങനെയുള്ളതൊന്നും പാടില്ല. 1 വർഷമേ പറയുന്നുള്ളൂ. ചിലപ്പോ 5 വർഷം മുന്നേ അയാൾക്കുണ്ടോ 3 വർഷം മുന്നുണ്ടോന്ന് നോക്കണില്ല. അവരുടെ വെയിറ്റിംഗ് പീരീഡ് 1 വർഷം. അതാണ് ഓരോ പോളിസിയിലും ബേസ് ചെയ്തിട്ടിരിക്കും. ഇനി സെൽഫ് ഹാം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സ്വയം വരുത്തി വെക്കണം. സൂയിസൈഡ് അല്ലെ, നമ്മുടെ ജീവിതം നമുക്ക് മതിയായി, നമ്മൾ തന്നെ വിചാരിക്കുകയാണ് നമ്മുടെ ജീവൻ നമുക്ക് വേണ്ടാന്ന് വെക്കാം, നമ്മൾ സൂയിസൈഡ് ചെയ്തു, പൈസ കിട്ടോ? ഒരിക്കലും കിട്ടില്ല അല്ലെ. എന്നൊരു ആക്സിഡന്റ് പറ്റി അയാൾ മരണപ്പെട്ടാണെങ്കിൽ കിട്ടി, അല്ലെങ്കിൽ കിട്ടും. അല്ലെങ്കിൽ ഒരു രോഗങ്ങൾ വന്നിട്ട് അയാൾക്ക് മരണം സംഭവിച്ചാൽ കിട്ടും. പക്ഷെ നമ്മൾ സ്വയമായിട്ട് ഞാനിതൊരു പോളിസി എടുത്തോട്ടാ, പോളിസി എടുത്ത നാളെ പോയി ഞാൻ സൂയിസൈഡ് ചെയ്യുകയാണെങ്കിൽ എന്റെ വീട്ടുകാർക്ക് പൈസ കിട്ടോ? ഇല്ല, അത് കിട്ടില്ല. നമ്മൾ സ്വയമായിട്ട് നമുക്ക് പോളിസി കിട്ടാൻ വേണ്ടി നമ്മൾ സൂയിസൈഡ് ചെയ്ത പോലെയല്ലേ, അതിന് കിട്ടില്ല. ഓക്കെ, ഹെൽത്ത് ഇൻഷുറൻസ് ഓൾസോ ഡസ് നോട്ട് കവർ എനി ഇഞ്ചുറീസ് ഓർ മെഡിക്കൽ ഇഷ്യൂസ് അറൈസിംഗ് ഫ്രം എ പേഴ്സൺ ദാറ്റ് കോസസ് ദംസെൽഫ് ഹാം. അല്ലെ, നമ്മൾ സ്വയം വരുത്തി വെക്കുന്ന അങ്ങനെയുള്ള ഇഞ്ചുറീസ്, അങ്ങനെയുള്ളതിനൊന്നും. ഡ്രിങ്കിങ് ആൽക്കഹോള്, ആൽക്കഹോള് എന്താ പറയാ, കുടിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട രോഗങ്ങള്, അങ്ങനെ അതൊരു പ്രത്യേകത അല്ല കേട്ടോ പറയുന്നത്. സെൽഫ് ഹാം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സൂയിസൈഡ് പോലെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് നമുക്കിപ്പോ നമ്മൾ എടുക്കുന്ന പോളിസിനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഇപ്പൊ നമ്മൾ സ്വയം അതൊക്കെ ഓരോ പോളിസിനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഇപ്പൊ നമുക്ക് ഇവിടെ സൂയിസൈഡ് ഒരു നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഒരു ഡിസീസാണ്, ലിവറിനെ സംബന്ധിക്കുന്ന ഒരു രോഗമാണ്. പക്ഷെ നമ്മൾ ആൽക്കഹോൾ കഴിച്ചിട്ടാണ്. പക്ഷെ അതിന് മാനദണ്ഡമല്ല എന്നാട്ടോ തോന്നണേ. അതിപ്പോ നമ്മൾ ഓരോ പോളിസിയുടെയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കി ക്ലൈമും ഇതൊക്കെ അനുസരിച്ചിരിക്കും. എന്തായാലും ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മനസ്സിലാക്കുക. ആ ഇൻഷുറൻസ് നമുക്ക് എന്താ പറയാ, നമ്മൾ ആ കമ്പനി ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കി ഏതിനൊക്കെ കിട്ടും. പിന്നെ അവസാനം കിടന്ന് എന്താ പറയാ ബലം പിടിക്കാൻ പാടില്ല അല്ലെ. ആ ഇൻഷുററുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നമ്മള് പോളിസി എടുപ്പിക്കുന്ന ആളില്ലേ അയാളുമായിട്ട് എന്താ പറയാ നമ്മള് നേരിട്ട് ചോദിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം. ഇപ്പൊ ഞാൻ എന്റെ അച്ഛന്റെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഹോസ്പിറ്റലായിട്ട് പോളിസി ഉണ്ട്, ഇതുവരെ ആ എമൗണ്ട് കിട്ടിയിട്ടില്ല. എന്റെ ബ്രദറും എന്താ പറയാ ഇൻഷുറർ ആ കമ്പനി തമ്മിൽ എന്നും ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അവരത് കഴിക്കണം. ക്ലയന്റ് നമുക്ക് ഇത് കിട്ടുമായിരിക്കും, പക്ഷെ അവര് നമുക്ക് മാക്സിമം തരാതിരിക്കാനല്ലേ നോക്കുള്ളൂ.
ഇൻഷുറൻസ് കമ്പനി അങ്ങനെയല്ല ചെയ്യുള്ളൂ. എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അവർ പറയും ഇന്ന് സംഭവില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ തരാൻ പറ്റില്ല അല്ലേ. അപ്പൊ അതാണ് ഒരു പ്രശ്നം. അപ്പൊ അവർ മാക്സിമം നമുക്ക് തരാതിരിക്കാൻ അവർ നോക്കുള്ളൂ, അത്രയും പൈസ പോവില്ല അവർക്കടെ. അപ്പൊ നമ്മള് കറക്റ്റ് മനസ്സിലാക്കി അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു മിസ്റ്റേക്കും ഇല്ലാത്ത രീതിയിൽ എല്ലാ അതിന്റെ കാര്യങ്ങളും ഡോക്ടറുടെ അതിനും എല്ലാരും റെഡി ആക്കി കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് തരാതിരിക്കാൻ പറ്റില്ല അല്ലെ. നമ്മുടെ ഭാഗത്തു നിന്നെല്ലാം പെർഫെക്റ്റ് ആണ്, അപ്പൊ എന്തായാലും തന്നെ അങ്ങനെ. ഓക്കെ, അപ്പൊ അവര് എന്താ പറയാ, സെൽഫ് ഹാം എന്ന് പറഞ്ഞ നമ്മൾ സ്വയമായിട്ട് വരുത്തി വെക്കുന്ന ഇഞ്ചുറീസ് നമുക്ക് അങ്ങനെയുള്ളതിനൊന്നും ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നില്ല. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ എല്ലാ പോയിന്റ്സും നോക്കി വെക്കാം എന്തിനൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പൊ അതിനകത്ത് ആ മെയിൻ പോയിന്റ്സുകൾ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. മെയിൻ പോയിന്റ്സുകൾ ഓരോന്ന് നോക്കി വെക്കാം. കോസ്മിക് സർജറി, IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, പ്രഗ്നൻസി ആൻഡ് അബോർഷൻ, മിസ്സെലേനിയസ് ചാർജസ്, അത് ഏതൊക്കെയാണെന്നുള്ളത് താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെൽത്ത് സപ്ലിമെന്റ്സിന് അവർക്ക് കവറേജ് തരുന്നില്ല. പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ് അതിന് തരുന്നില്ല. സെൽഫ് ഹാം. ഓക്കെ, നേരത്തെയുള്ള രോഗങ്ങൾക്ക് കവറേജ് കിട്ടുന്നില്ല. പക്ഷെ ചില ഇൻഷുറൻസ് അവര് ഞാൻ പറഞ്ഞില്ല വെയിറ്റിംഗ് പീരീഡ് പറയും, ഇത്ര വർഷത്തിനുള്ളിൽ ആ രോഗം വരാതിരുന്നാൽ മതി. ഓക്കെ, അതിന് മുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതാണ് ആ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും ചിലപ്പോ. ഇനി അടുത്ത നോക്കിയാൽ ദിസ് ഈസ് നോട്ട് കവേർഡ് അണ്ടർ. അതാണ് എല്ലാത്തിനും നമുക്ക് അങ്ങനെ പറയുള്ളൂ അല്ലേ. ഇൻഷുറൻസ് പേയ്മെന്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. ആരാണ്? അതെ, ഞാൻ അഡ്മിറ്റ് ആയിട്ട് സ്റ്റാർ ഇൻഷുറൻസിന്റെ ഇതുവരെ കിട്ടിയിട്ടില്ല. എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തോ? ഡിസ്ചാർജ് സമ്മറി അടക്കം എല്ലാ ബില്ലുകളും ഡോക്ടറിന്റെ സിഗ്നേച്ചർ എല്ലാം കൊടുത്തു അല്ലേ? എല്ലാം കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഒന്ന് ഇടയ്ക്കൊന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കായിരുന്നില്ലേ? സ്റ്റാർ ഹെൽത്ത് ഇത് കിട്ടാൻ പാടാണെന്നോ? 2 മാസമായി അല്ലേ? നമ്മുടെ ആവശ്യമാണ്. അപ്പൊ ഇടയ്ക്ക് നമ്മള് ഇൻഷുറൻസ് എടുത്ത ആ ഡീലർ ഉണ്ടല്ലോ, അയാളുമായിട്ട് നമ്മള് പോളിസി ചേർപ്പിച്ച ആളില്ലേ, അപ്പൊ അയാളുമായിട്ടൊക്കെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നു. ആവശ്യം നമ്മുടെയാണ്. അപ്പൊ നമ്മളത് ആയിട്ട് കിട്ടിയ എന്റെ ഫാദറിന് ഒരു ആക്സിഡന്റ് ആയിട്ട് കിട്ടിയില്ല. അപ്പൊ അതെന്താന്നുള്ളത് നമ്മൾ അന്വേഷിക്കാം കേട്ടോ. എന്തായാലും നമ്മൾ ക്ലെയിം ആയിട്ട് ഒരു എമൗണ്ട് നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് അടയ്ക്കുന്ന ആവശ്യം, അല്ലാതെ വെറുതെ തന്നെയൊന്നുമല്ല. നമ്മൾ മന്ത്ലി നമ്മൾ ഇന്റർവ്യൂ വെച്ച് അടിച്ചോണ്ടിരിക്കുന്നല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ, നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് അവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഇൻഷുറൻസ് കമ്പനിയുമായിട്ടൊക്കെ കേട്ടോ. കൊടുത്തേ എന്റെ ഏജന്റ് ആ പേയ്മെന്റ് കൊടുത്തേ. അപ്പൊ നമ്മുടെ ഏജന്റുമാരൊക്കെ ആയിട്ടേ നിങ്ങളൊന്ന് വിളിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കുറെ പ്രാവശ്യമൊക്കെ ആകുമ്പോ അവരും കൂടി അത് എന്താ വേണ്ടേ, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ കിട്ടാതിരിക്കാൻ, വല്ല റിജക്ട് ചെയ്ത് വന്നാണോ എന്താണെന്നൊക്കെ ഉള്ളതേ അവരും കൂടി ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾക്കത് കിട്ടും. ഓക്കെ, അപ്പൊ അവിടെ അടുത്ത് നോക്കിയേ, ദിസ് ഈസ് നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ്. അതായത് നമുക്ക് ആ വെയിറ്റിംഗ് പീരീഡിൽ കവർ ചെയ്യപ്പെടാത്ത രോഗങ്ങള്, ഈ രോഗങ്ങള് ഹെൽത്ത് ഇൻഷുറൻസിൽ കവറേജ് കൊടുക്കില്ല. അതിന് പരിരക്ഷ അവർ കൊടുക്കുന്നില്ല. ഈവൻ ദോ മോസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ കവർ എ വാസ്റ്റ് majority of diseases, there are some kinds of illness which are not covered for the first few years. ആദ്യത്തെ കുറച്ച് വർഷങ്ങളിൽ ചില ഈ രോഗങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നില്ല. മിക്ക രോഗങ്ങൾക്കും ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് കവറേജ് കൊടുക്കുന്നുണ്ട്. എന്നാൽ ചില തരത്തിലുള്ള രോഗങ്ങള് അത് കവറേജ് കൊടുക്കുന്നില്ല. ഓർ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. Given below is a list of diseases not which are covered under health insurance but come with a waiting period. Waiting period ഉള്ളതും എന്നാൽ കവറേജ് കൊടുക്കാത്തതുമായിട്ടുള്ള ഒരു ലിസ്റ്റ് ഓഫ് ഡിസീസുകളാണ് താഴെ പറഞ്ഞേക്കുന്നത്. ഇതും നോക്കി വെക്കണം കേട്ടോ. നമുക്ക് ഒരു കവറേജ് ലഭിക്കാത്തതും എന്നാൽ വെയിറ്റിംഗ് പീരീഡിൽ ഉള്ളതുമായിട്ടുള്ള ഡിസീസിന്റെ ലിസ്റ്റ് ആണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. രോഗങ്ങൾ മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഏതൊക്കെയാണ് ഈ രോഗങ്ങൾക്ക് എന്താണ് വെയിറ്റിംഗ് പീരീഡിലുണ്ട്, പക്ഷെ എന്താണ് കവറേജ് കൊടുക്കുന്നില്ല. ലിസ്റ്റ് ഓഫ് ഡിസീസ് നോട്ട് കവേർഡ് which are not disease not which are covered under health insurance but come with a waiting period. Waiting period ഉള്ളതുമായിട്ടുള്ള രോഗങ്ങൾ. ഓക്കെ, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ അൾസേഴ്സ്.
ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ അൾസേഴ്സ്. എന്താ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ അൾസേഴ്സ്? അൾസർ നമ്മുടെ ആമാശയത്തിന്റെയോ കുടലിന്റെയോ ഒക്കെ മുകൾ ഭാഗത്ത് രൂപം കൊള്ളുന്ന ആ വ്രണങ്ങളൊക്കെ, അൾസറുകൾ അല്ലെ, എന്തെങ്കിലും മുറിവുകൾ, അതൊക്കെയാണ്. അതിന് ഇല്ല, കവറേജ് ഇല്ല. എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല. ഇനി ഫിസ്റ്റുല, നമ്മള് ഡയാലിസിസ് ഒക്കെ പഠിച്ചപ്പോ നിങ്ങൾ എ വി ഫിസ്റ്റുല, എ വി ഗ്രാഫ്റ്റ് ഒക്കെ പഠിച്ചില്ലേ? ആർട്ടറി വെയിനും തമ്മിലുള്ള കണക്ഷൻ അല്ലെ, ഫിസ്റ്റുല. ഏത് രീതിയിലുള്ള ഫിസ്റ്റുല ആണെങ്കിലും കേട്ടോ, പല രീതിയിലുള്ള രണ്ട് അവയവങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇത് ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും ഏത് തരത്തിലുള്ള ഫിസ്റ്റുല ആണെങ്കിലും. പിന്നെ അടുത്തതാണ് ബെനൈൻ പ്രോസ്തെറ്റിക് ഹൈപ്പർട്രോഫി. ബെനൈൻ പ്രോസ്തെറ്റിക് ഹൈപ്പർട്രോഫി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് BPH എന്ന് പറയും. BPH ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആട്ടോ, ഷോർട്ട് ഫോം ആണ്, അബ്രിവേറ്റഡ് ഫോം ആണ്. ബെനൈൻ പ്രോസ്തെറ്റിക് ഹൈപ്പർട്രോഫി, BPH. അതായത് നമ്മുടെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളില്ലേ, ഏജ്ഡ് ആയിട്ടുള്ള പ്രായമായിട്ടുള്ള പുരുഷന്മാരില് പ്രോസ്തെറ്റിക് ഗ്ലാൻഡ്, പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിന്റെ ഒരു അസാധാരണമായിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്. അതായത് നമ്മള് മെയിൻസിന് റീപ്രൊഡക്റ്റീവ് ഇതില്ലേ, റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡ് നമ്മുടെ പ്രത്യുൽപാദന വ്യവസ്ഥയിലെ, മെയിൻസിന്റെ പ്രത്യുൽപാദന വ്യവസ്ഥയിലെ ഒരു പ്രധാനപ്പെട്ട ഗ്ലാൻഡ് ആണ് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് അതിന്റെ ഒരു എന്താ പറയാ, അതിനുണ്ടാകുന്ന ഒരു ഇത്, അതിന്റെ ഒരു വളർച്ച, സാധാരണമായിട്ടുള്ള വളർച്ച അതിനില്ല. പിന്നെയാണ് ഹെമറോയിഡ്സ് ആൻഡ് ഫൈൽസ്. മുലക്കുരു ഇല്ലേ, മുലക്കുരു എന്ന് പറയില്ലേ, ഹെമറോയിഡ്സ് ആൻഡ് ഫൈൽസ്. പിന്നെയാണ് ഡിസ്ഫങ്ഷണൽ യൂറ്ററൈൻ ബ്ലീഡിങ്, അതായത് ബ്ലീഡിങ് ഒക്കെ കൂടുതലായിട്ട് ഉള്ള ഒരു ഇത്. ഡിസ്ഫങ്ഷണൽ എന്ന് വെച്ചാൽ പ്രവർത്തനരഹിതമായിട്ടുള്ള യൂറ്ററൈൻ ബ്ലീഡിങ്. പിന്നെ അടുത്താണ് കാട്രാക്ട്. കാട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? തിമിരം. തിമിരം. ഹെർണിയ, കുടലിറക്കം, ഹെർണിയ. അഡിക്ഷൻ ട്രീറ്റ്മെന്റ്, ഡെന്റൽ ട്രീറ്റ്മെന്റ്. ബ്രാക്കറ്റിൽ കൊടുത്തേക്കണം നോക്കിയേ. അൺലെസ് ദ ഡെന്റൽ ഇഞ്ചുറി റിസൾട്ട് ഫ്രം ആൻ ആക്സിഡന്റ്, എന്തെങ്കിലും അപകടങ്ങളോ ഒക്കെ മൂലം ഉണ്ടാകുന്ന ഡെന്റൽ ട്രീറ്റ്മെന്റുകള് അത്. പിന്നെ അടുത്തതാണ് ജെനറ്റിക് ഡിസീസ്. ജെനറ്റിക് എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് അല്ലെ, ജെനറ്റിക് ജന്മനുള്ള അല്ലെങ്കിൽ കൺജീനിയൽ കണ്ടീഷൻസ്, പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്ന രോഗങ്ങള്. ജനിതക, ഇപ്പൊ അച്ഛന്റെ അമ്മയുടെ നിന്നൊക്കെ നമുക്ക് ജെനറ്റിക് ആയിട്ട് കിട്ടുന്നില്ലേ, അങ്ങനെയുള്ളത് പാരമ്പര്യ രോഗങ്ങള്. അങ്ങനെയുള്ളതിനൊന്നും എന്താണ് കവറേജ് ഇല്ല. വെയിറ്റിംഗ് പീരീഡില് കവർ ചെയ്യപ്പെടാത്ത രോഗങ്ങൾ, വെയിറ്റിംഗ് പീരീഡില് കവർ ചെയ്യപ്പെടാത്ത രോഗങ്ങൾ, അതിന്റെ പേരുകൾ മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ, ഏതൊക്കെ രോഗങ്ങളാന്നുള്ളത് കേട്ടോ. ഇനി അടുത്തതാണ് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്. നമ്മൾ പലതരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഏതൊക്കെയാണ്? ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്, പലതരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ്. ഒന്നാമത്തെയാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ. ഇതാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ. അപ്പൊ എന്താ ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറഞ്ഞ എന്താ? ഏതാണ്? നമ്മള് ആ ഹോസ്പിറ്റലൈസ്ഡ് ആയി അല്ലെ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, അല്ലെങ്കിൽ ചെലവുകള്, ആ ഹോസ്പിറ്റലൈസേഷൻ, ഹോസ്പിറ്റലിലാകുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പെൻസ്, അതിനുള്ള കവറേജ് തരുന്നതാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത്. അപ്പൊ ഓരോ പോളിസിയും നമ്മൾ എടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ ഇന്ന കവറേജുകൾ, ആ ഹോസ്പിറ്റൽ എക്സ്പെൻസ്, അതായത് ഇന്ന കവറേജുകൾ ഉണ്ടെന്നുണ്ടല്ലോ, അതിനകത്ത് ഇന്ന ഇതിനൊക്കെ നമുക്ക് ഇൻഷുറൻസ് പൈസ കിട്ടും എന്നുള്ളതുണ്ട്, ആ പോളിസിയിലുണ്ട്. അപ്പൊ അതിൽ പലതരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസുകളാണ് ഈ പറയുന്നത്. ഒന്നാമത്തെയാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ. Hospitalization cover provides the insured a cover for all the expenses arising out of hospitalization owing to treatment needed for illness or accident. അത്ര അണ്ടർലൈൻ ചെയ്തിട്ടേ. ഡാഷ് കവർ പ്രൊവൈഡ്സ്, ഏത് കവർ ആണ് ചോദിക്കും? ഏതാണ്? ഏത് ഹെൽത്ത് ഇൻഷുറൻസ് കവർ ആണ് ഈ ഹോസ്പിറ്റൽ ചെലവുകൾ തരുന്നത്? ഹോസ്പിറ്റലൈസേഷൻ കവർ. അപ്പൊ ഇൽനെസ് ഓർ ആക്സിഡന്റ് വരെ
ബ്രാക്കറ്റ് ഇട്ട് വെച്ചേ. എന്തെങ്കിലും രോഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റോ അതൊക്കെ അത് മൂലം ഉണ്ടായ ഹോസ്പിറ്റലിൽ ഉണ്ടായ ചെലവുകളില്ലേ, ആ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആയി അല്ലെങ്കിൽ പ്രവേശിക്കപ്പെട്ടു, അത് മൂലം ഉണ്ടാകുന്ന എല്ലാ ചെലവുകൾക്കും ഇൻഷുർ ചെയ്ത വ്യക്തിക്ക് എന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റലൈസേഷൻ കവറേജ് കൊടുക്കും. ഇനി ഇൻഷുറൻസിന് ചിലപ്പോ അവര് പറയുമല്ലോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാലേ കിട്ടുള്ളൂ അല്ലേ. അങ്ങനെ ചിലപ്പോൾ നമുക്ക് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു ദിവസം അഡ്മിഷനൊക്കെ ചിലപ്പോൾ പോകാൻ പറ്റും, പക്ഷെ ഡോക്ടറിനോട് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറില്ലേ ഇങ്ങനെ ഇൻഷുറൻസ് ഉണ്ട് അപ്പൊ ഹോസ്പിറ്റലിൽ ഇതാവണം, ഒരു ദിവസം കിടക്കാനുള്ള ഒരു ഇത് അല്ലേ. അതാണ് പറഞ്ഞേ, പല ഇതിലും ചിലതിൽ നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ഉണ്ട് ഹോസ്പിറ്റൽ ഒരു ദിവസമെങ്കിലും അഡ്മിറ്റ് ആയാലാണ് ഇത് കിട്ടുള്ളൂ. അങ്ങനെ അപ്പൊ അത് ഹോസ്പിറ്റലൈസ് ആയാൽ മാത്രമേ കിട്ടുള്ളൂ നമുക്കുള്ളതുണ്ടോ, അത് ഓരോ പോളിസിയുടെ ബേസ് ചെയ്ത് തന്നെ ആയിരിക്കും. അപ്പൊ ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറഞ്ഞ എന്താ, രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റോ മൂലം നമ്മൾ ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെടുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റ് അല്ലെ, ആ ട്രീറ്റ്മെന്റിന് വരുന്ന എക്സ്പെൻസുകള് അത് കവറേജ് തരും. അത്രയും അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. Dash cover provides the insured a cover for all the expenses. എല്ലാ ചെലവുകളും കണ്ടോ, all the expenses arising out hospitalization. ആ ഹോസ്പിറ്റലിൽ നമ്മൾ പ്രവേശിക്കപ്പെട്ടത് മൂലം ഉണ്ടാകുന്ന എല്ലാ ചെലവുകൾക്കുമുള്ള എക്സ്പെൻസുകൾ കിട്ടും. ഇനി this is indemnity. ഇൻഡ്രോമിനിറ്റി എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരം. നമുക്ക് നഷ്ടം പറ്റിയില്ലേ, നമുക്ക് നഷ്ടം പറ്റി, ആ നഷ്ടപരിഹാരത്തിനുള്ള കവറേജ് ആണ് ഇൻഡ്രോമിനിറ്റി. ഇൻഡെമിനിറ്റി INDEMNITY. ഇൻഡെമിനിറ്റി എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരത്തിനുള്ള കവറേജ്. വിച്ച് എൻഷുർസ്, ഇനി അത് എന്ത് ഉറപ്പുവരുത്തുന്നു, മേക്കിംഗ് ഗുഡ് ഫോർ ദ ലോസ് ദ ഇൻഷുർഡ് ഈസ് സഫറിംഗ് ഫ്രം. എന്താ, നമുക്ക് ഇപ്പൊ ഇൻഷുർ ചെയ്ത ആള്, നമ്മൾ ഇൻഷുറൻസ് എടുത്ത ആള് അനുഭവിക്കുന്ന നഷ്ടം, ആ നഷ്ടത്തിനുള്ള പരിഹാരം ഇത് ഉറപ്പുവരുത്തുന്നു. പേടിക്കണ്ട, ഇൻഷുറൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഹോസ്പിറ്റൽ ആയാലും നമുക്ക് അവിടെ വരുന്ന ചെലവുകള് ഇൻഷുറൻസ് കമ്പനി അഫോർഡ് ചെയ്തോളും, നമുക്ക് അത് ഇൻഷുറൻസ് കിട്ടും. ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത്, ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ അവിടെ ഉണ്ടാകുന്ന എല്ലാ ബില്ലിന്റെ എല്ലാ ബിൽസിന്റെ എക്സ്പെൻസും നോക്കിയിട്ട് ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും, കോമ്പൻസേഷൻ കൊടുക്കും. രൂപ ആയെങ്കിൽ അത് കൊടുക്കും. അപ്പൊ അതെന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ ഇൻഷുർ ചെയ്ത ആള് അനുഭവിക്കുന്ന നമുക്ക് ഉണ്ടാകുന്ന നഷ്ടത്തിനുള്ള ഒരു നഷ്ടപരിഹാരം ഇത് ഉറപ്പാക്കുന്നു. All the expenses are net based on the details mentioned on required bills and hospitalization documents. അപ്പൊ എങ്ങനെയാ ഇനി എക്സ്പെൻസ് എങ്ങനെയാ അവരെടുക്കുന്നത്, നമ്മൾ ഇത്ര രൂപയായി, എനിക്ക് ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, ഒരു 20,000 രൂപയാന്ന് പറഞ്ഞ് എഴുതി കൊടുത്താൽ കിട്ടുമോ, കിട്ടൂല. എങ്ങനെ കിട്ടാ, അതിന് അപ്പൊ നമ്മൾ ഓരോ ബില്ലുകളും എല്ലാ ബില്ലുകളും നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് മെൻഷൻ നോട്ട് റിക്വയർഡ് ബിൽസ് ആൻഡ് ഹോസ്പിറ്റൽ ഡോക്യുമെന്റ്സ്, ഹോസ്പിറ്റലിന്റെ ഡോക്യുമെന്റ് അതുപോലെ എല്ലാ ബില്ലുകളും അതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്നും സീൽ ചെയ്ത് ഡോക്ടറിന്റെ അടുത്ത് നിന്നും സീൽ ചെയ്തൊക്കെ മേടിച്ചിട്ട് വേണം നമ്മൾ അത് കൊടുക്കാനായിട്ട്. അല്ലാതെ വെറുതെ ഇത്ര രൂപയായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു എമൗണ്ട് എഴുതി കൊടുത്താൽ നമുക്കത് കിട്ടില്ല. അപ്പൊ അതിന്റെ കറക്റ്റ് പ്രൂഫ് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യണം. Each cover comes with its own coverage, exclusion and limitation. അത് നമ്മൾ പറയാം, ഓരോ ഇൻഷുറൻസ് കവറേജും അതിൻ്റെതായ കവറേജുകളുണ്ട്. ചിലത് എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒഴിവാക്കാം. ചില രോഗങ്ങൾക്ക് കിട്ടില്ല, അത് ഒഴിവാക്കി നിർത്തിയേക്കുന്നതാണ്, ആ കവറേജിൽ കിട്ടുന്നതല്ല. ആൻഡ് ലിമിറ്റേഷൻ, ചിലതിന് ലിമിറ്റേഷൻസ് ഉണ്ട്, പരിമിതികളുണ്ട്. ഓരോ നമ്മൾ എടുക്കുന്ന പോളിസിനെ ബേസ് ചെയ്തിട്ട് ആ പോളിസിയിലും ഉൾപ്പെടുന്ന കവറേജുകളെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എമൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതിൽ ചിലത് ഓരോന്നിനും അതിൻ്റെതായ കവറേജ് ഉണ്ടാവാം, എക്സ്ക്ലൂഷൻ ചിലത് ഒഴിവാക്കി നിർത്തിയിട്ടുണ്ടാവാം, ചിലതിന് ചില പരിമിതികളും ഉണ്ടാകാം. ഓക്കെ, ക്ലിയർ ആണോ നോക്കി. അപ്പൊ അതിനകത്തെ ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് സെന്റൻസ് അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടോ, ഏത് ഇമ്പോർട്ടന്റ് ആണ്, ഏതിലാ പറഞ്ഞതെന്ന് വെക്കും. ഇനി അടുത്തതാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ. Hospital cash cover attends to those
expenses which are not covered under a pure hospitalization cover. എന്താ pure hospitalization coverല് കവർ ചെയ്യപ്പെടാത്ത എന്ന് വെച്ചാൽ എന്താ അർത്ഥമാക്കുന്നത്? നമ്മള് ഈ മെഡിക്കൽ എക്സ്പെൻസിന് പുറമെ ചിലപ്പോ നമുക്ക് കുറച്ച് ചിലവുകൾ കാര്യങ്ങൾ വരാം. എക്സാമ്പിൾ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ expenses due to traveling to and from the hospital. അല്ലെ, ഹോസ്പിറ്റലിലേക്കുള്ള ട്രാവലിംഗിന്റെ ചാർജുകള്, സ്റ്റേ ചെയ്യുന്ന സ്പെഷ്യൽ ഡയറ്ററി ഫുഡ് എക്സ്പെൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്ന ഹോസ്പിറ്റൽ ക്യാഷ് കവറിൽ വരുന്നതാ. അപ്പൊ അതിനകത്തെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത ഫസ്റ്റ് സെന്റൻസ്, hospital cash cover attends to those expenses which are not covered under pure hospitalization cover. Pure hospitalization coverന്റെ കീഴിൽ വരാത്ത, അത് കവർ ചെയ്യപ്പെടാത്ത എക്സ്പെൻസുകൾ നമുക്ക് ഏതിൽ നിന്ന് കിട്ടും? ഹോസ്പിറ്റൽ ക്യാഷ് കവറിൽ നിന്ന് കിട്ടും. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തില്ല കേട്ടോ. ഡാഷ് attends to those expenses which are not covered under a pure hospitalization cover. ഇനി ഹോസ്പിറ്റലൈസേഷൻ കവേഴ്സ് മെഡിക്കൽ എക്സ്പെൻസസ്. ഹോസ്പിറ്റലൈസേഷൻ കവർ നമ്മൾ പറഞ്ഞത് ഇതിനു മുന്നേ മെഡിക്കൽ ചെലവുകള്, നമുക്ക് ചികിത്സാ സംബന്ധമായിട്ട് വരുന്ന പൈസകളൊക്കെയാണ് അതിൽ വരുന്നത്. കവേഴ്സ് മെഡിക്കൽ എക്സ്പെൻസസ്. there are also incidental expenses. അപ്പൊ അതുമൂലം അതല്ലാതെ നമുക്ക് ആകസ്മികമായി ഉണ്ടാകുന്ന ചെലവുകളില്ലേ, നോൺ മെഡിക്കൽ ഇൻ നേച്ചർ, ചികിത്സാ സംബന്ധമല്ലാത്ത ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ ആകസ്മികമായിട്ട് ഉണ്ടാകുന്ന ചെലവുകള് അത് ഹോസ്പിറ്റൽ ക്യാഷ് കവറിൽ നിന്ന് കിട്ടും. മനസ്സിലായോ? അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഹോസ്പിറ്റലൈസേഷൻ കവറേജില് മെഡിക്കൽ എക്സ്പെൻസുകളാണ്, അല്ലെ, മെഡിക്കൽ ചിലവുകളാണ്. എന്നാൽ നമുക്ക് അത് കൂടാതെ ചിലപ്പോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ആ മരുന്നിന്റെ പൈസ മാത്രം, അല്ലെങ്കിൽ ചികിത്സാ കാര്യം മാത്രം എടുത്താൽ മതിയോ നമ്മള് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ? അല്ല, അത് കൂടാതെ നമുക്ക് ആകസ്മികമായി ഉണ്ടാകുന്ന ചെലവുകളും വരാം. അത് നോൺ മെഡിക്കൽ ഇൻ നേച്ചർ, മെഡിക്കൽ അല്ലാത്ത, ചികിത്സാ സംബന്ധമല്ലാത്ത ആകസ്മികമായിട്ടുണ്ടാകുന്ന ചില എക്സ്പെൻസുകളും നമുക്ക് വരാം. അതാണ് അതിനുള്ള കവറേജ് ഏതിൽ കിട്ടും? ഹോസ്പിറ്റൽ ക്യാഷ് കവറേജ് കിട്ടും. എക്സാമ്പിൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച്, ഏതൊക്കെയാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവറിൽ വരുന്ന എക്സ്പെൻസസ് ഡ്യൂ ടു ട്രാവലിംഗ് ടു ആൻഡ് ഫ്രം ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലേക്കുള്ള ട്രാവലിംഗ്, ഹോസ്പിറ്റലിൽ നിന്നുള്ള ട്രാവലിംഗിന്റെ എക്സ്പെൻസ്, പിന്നെ അതുപോലെ തന്നെ സ്റ്റേ, പിന്നെ അതുപോലെ എവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ അതിന്റെ എക്സ്പെൻസ്, സ്പെഷ്യൽ ഡയറ്ററി ഫുഡ് എക്സ്പെൻസസ്, അല്ലെ, ഫുഡിന്റെ ചെലവുകള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽ ക്യാഷ് കവറിൽ വരും. രണ്ട് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം, ലാസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം. ഹോസ്പിറ്റൽ ക്യാഷ് കവറിൽ വരുന്നത് ഏതൊക്കെയാണ്, ഏതൊക്കെ എക്സ്പെൻസ് ആണ് എന്നുള്ളതും അണ്ടർലൈൻ ചെയ്ത് വെക്കാം. പിന്നെ അടുത്തതാണ് മൂന്നാമത്തെ, ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. അത് നിങ്ങൾക്ക് അറിയാലോ. ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രിട്ടിക്കൽ ആയിട്ട്, എമർജൻസി ആയിട്ട്, അല്ലെ, വളരെ ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾക്കുള്ള കവറേജ്. Critical illness policy is a benefit cover that covers the insured for any serious or critical illness. സീരിയസ് ആയിട്ടുള്ള, അതിഗുരുതരമായിട്ടുള്ള, ക്രിട്ടിക്കൽ ആയിട്ടുള്ള, അല്ലെ, ക്രിട്ടിക്കൽ ഇൽനെസ് രോഗങ്ങൾക്കുള്ള കവറേജ് ഏത്? ക്രിട്ടിക്കൽ ഇൽനെസ് കവർ കൊടുക്കും. മനസ്സിലായോ? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. ഡാഷ് പോളിസി ഈസ് ബെനിഫിറ്റ് cover that covers the insured for any serious or critical illness. ആ സെന്റൻസ് കാണുമ്പോൾ തന്നെ അറിയാം ഏതാണ്? ക്രിട്ടിക്കൽ ഇൽനെസ് കവർ ആണ്. അത് ഏതൊക്കെയാണെങ്കിൽ ക്യാൻസർ, അല്ലെ, അതൊരു സീരിയസ് ആയിട്ടുള്ള രോഗമല്ലേ, അല്ലെ. ക്യാൻസർ സാധാരണ ഇപ്പൊ പനി, ചുമ അങ്ങനെയുള്ളത് പോലെ അല്ലല്ലോ, ഗുരുതരമായിട്ടുള്ള രോഗങ്ങളാണ്. ക്യാൻസർ, പാരാലൈസിസ് എന്ന് പറഞ്ഞാൽ പക്ഷാഘാതം മലയാളം, അല്ലെ. പിന്നെ മേജർ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, പിന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, ഇങ്ങനെയുള്ള ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾക്കുള്ള കവറേജ് കൊടുക്കുകയാണ്. For which hospitalization expense may or may not be covered in a pure hospitalization cover. അത് hospitalization ചെലവുകളില്ലേ, അത് പ്യുവർ ഹോസ്പിറ്റലൈസേഷൻ കവറിൽ may or may not be covered, കവർ ചെയ്യാൻ, ഉൾപ്പെടുത്താം അല്ലെങ്കിൽ ഉൾപ്പെടുത്താതിരിക്കാം. Then some grave illness may need a prolonged recovery which require additional costs such as incidental expenses, possible loss of income or structural changes in the family.
അപ്പൊ ഫസ്റ്റ് സെന്റൻസ് ട്രാൻസ്പ്ലാന്റ് എക്സെട്ര ക്രിട്ടിക്കൽ ഇൽനെസ് വരെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ അതില്. ഇനി സം ഗ്രേവ് ഇൽനെസ്, ഗ്രേവ് എന്ന് പറഞ്ഞാൽ എന്താ, ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ. അങ്ങനെയുള്ള രോഗങ്ങള് നീഡ് പ്രിലോങ്ഡ് റിക്കവറി. ചിലപ്പോ ചില രോഗങ്ങളൊക്കെ ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വന്ന് പെട്ടെന്ന് റിക്കവർ ചെയ്ത് പോരാൻ പറ്റുമോ? ഒരു പനി വന്നു, നമ്മൾ 2 ദിവസം മരുന്ന് കഴിഞ്ഞ് 3ാമത്തെ ദിവസം പനി മാറി നമ്മൾ ഓക്കെ ആയി. പക്ഷെ ഇങ്ങനെയുള്ള ഈ ഗുരുതരമായ രോഗങ്ങൾക്ക് ദീർഘനാള് വേണ്ടി വരും ചിലപ്പോൾ റിക്കവറി ചെയ്യാൻ. വർഷങ്ങളോ മാസങ്ങളോ ഒക്കെ വേണ്ടി വരും അല്ലെ ഇത് മാറാനായിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, വിച്ച് റിക്വയർ അഡീഷണൽ കോസ്റ്റ്. അപ്പൊ ഈ കുറച്ചും കൂടി അഡീഷണൽ കോസ്റ്റ് വേണ്ടി വരും അല്ലെ, കുറെ നാള് ട്രീറ്റ്മെന്റ് നമുക്ക് ചെയ്യണ്ടേ. അപ്പൊ അതിനേക്കാൾ കുറച്ച് അഡീഷണൽ കോസ്റ്റുകൾ വേണ്ടി വരും. സച്ചാസ് ഇൻസിഡന്റൽ എക്സ്പെൻസസ്, ആകസ്മികമായിട്ട് ഉണ്ടാകുന്ന ചെലവുകള്. പോസിബിൾ ലോസ് ഓഫ് ഇൻകം, നമുക്ക് വരുമാനം നമുക്ക് ആകുന്നത്. ഓർ സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ദ ഫാമിലി, ഫാമിലിയുടെ സ്ട്രക്ചർ മാറൂലേ. ഇതുവരെ നമ്മൾ നല്ല രീതിയായിരുന്നു ജീവിച്ചത്, പക്ഷെ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ ഒരു അസുഖം, ക്യാൻസർ വന്നു, നമുക്ക് കുറെ ക്യാഷ് ഒക്കെ ആയി. നമുക്ക് ഗ്രേവ് എന്ന് പറഞ്ഞാൽ ഗൗരവമായിട്ടുള്ള കേട്ടോ, ഗൗരവപരമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള തന്നെയാണ് ഗ്രേവ് ഇൽനെസ്, സീരിയസ് ഇൽനെസ് തന്നെയാണ്, ഗുരുതരമായിട്ടുള്ള. അപ്പൊ ഇങ്ങനെയുള്ള പിന്നെ അതുപോലെ ഓർ സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ദ ഫാമിലി, നമ്മുടെ ഫാമിലിയിലെ സ്ട്രക്ചർ മാറൂലേ. ഇതുവരെ നല്ല വലിയ തെറ്റില്ലാത്ത രീതിയിൽ ജീവിച്ചോണ്ട് വന്നതായിരുന്നു, പെട്ടെന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു രോഗം വന്നത്. അപ്പൊ ട്രീറ്റ്മെന്റും ഭാഗമായിട്ട് കുറെ പൈസയൊക്കെ ആയി. നമ്മുടെ സ്ട്രക്ചർ, നമ്മുടെ ഫാമിലിയുടെ സ്ട്രക്ചർ, പിന്നെ പട്ടിണി ദാരിദ്ര്യമൊക്കെ ആയില്ലേ, നമുക്ക് പൈസ ഇല്ല. അപ്പൊ നമ്മൾ ഇത്രയും വരെ നമ്മുടെ ആ ഒരു ഫാമിലി സ്ട്രക്ചർ പോലെയുള്ള ഇനി വന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇതിനൊക്കെ നമ്മൾ അഡീഷണൽ കോസ്റ്റുകള്, എക്സ്ട്രാ പൈസയും കാര്യങ്ങളൊക്കെ വേണ്ടി വരാം. ആകസ്മികമായിട്ട് ചെലവുകള്, നമ്മുടെ ഇൻകം നഷ്ടപ്പെടുമ്പോൾ അതിലൊക്കെ അല്ലെങ്കിൽ സ്ട്രക്ചറൽ മാറ്റം, ഫാമിലിയിൽ ഉണ്ടാകുന്ന സ്ട്രക്ചറൽ ചേഞ്ചസ്. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് കുറെ നാള് ചിലപ്പോൾ എന്താ ആ രോഗത്തിൽ നിന്ന് റിക്കവർ ചെയ്യാൻ സമയം വേണ്ടി വരും. ഇനി അടുത്തതാണ് പേഴ്സണൽ ആക്സിഡന്റ് കവർ. Personal, PERSONAL, personal accident cover. Accident policy covers the insured for expenses liable to paid only on account of accident. Underline cheyide, only on account of accident. അപ്പൊ എന്താണ് ഈ പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തിനു മാത്രമേ കവറേജ് കൊടുക്കുള്ളൂ? വേറെ രോഗങ്ങളൊന്നും വന്നാൽ അവിടെ കവറേജ് കൊടുക്കൂല, ആക്സിഡന്റിന് മാത്രം. അല്ലോ, ആക്സിഡന്റ് ഉണ്ടായിട്ട് മൂലം ഉണ്ടാകുന്ന ഇതിന് മാത്രം. അതാണ് ആ പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറയുന്നത്. ആക്സിഡന്റ് പോളിസി കവേഴ്സ് ദ ഇൻഷുർഡ് ഫോർ എക്സ്പെൻസസ് ലീബിൾ ടു പെയ്ഡ് ഓൺലി ഓൺ അക്കൗണ്ട് ഓഫ് ആക്സിഡന്റ്. ആക്സിഡന്റിന്റെ പേരിൽ മാത്രം കിട്ടുന്ന ചെലവുകള്, വരുന്ന നമുക്ക് ചെലവുകൾക്കുള്ള പൈസ മാത്രമേ കിട്ടുള്ളൂ ആക്സിഡന്റ് പോളിസിയിൽ. ദിസ് ഈസ് ബെനിഫിറ്റ് പ്ലാൻ ഇൻ വിച്ച് cover is paid as a lump sum based on the degree of disability and or death. ഇപ്പൊ ആക്സിഡന്റ് മൂലം ചിലപ്പോ നമുക്ക് അംഗവൈകല്യങ്ങൾ പറ്റാം അല്ലെ, പല ഇതും സംഭവിക്കാം. ആക്സിഡന്റ് വന്ന് ചിലപ്പോ കാല് നഷ്ടപ്പെടാം, കൈ നഷ്ടപ്പെടാം, അങ്ങനെ പല ഇതാ. അപ്പൊ അതിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ട്, ആ ആക്സിഡന്റ് മൂലം ആ വ്യക്തികൾക്ക് സംഭവിച്ചിട്ടുള്ള അപകടം, എന്താ പറയാ, അതിന്റെ ആ രോഗത്തിന്റെ അല്ലെങ്കിൽ വന്ന ഇഞ്ചുറിയുടെ ആ ഗുരുതരാവസ്ഥ കണക്കിലെടുത്തുകൊണ്ടാണ് പൈസ കൊടുക്കുന്നത്. ഡിസബിലിറ്റി ആൻഡ് ഓഫ് ഡെത്ത്. ഇപ്പൊ നമ്മള് എന്തെങ്കിലും കയ്യോ കാലോ ഒടിഞ്ഞു അല്ലെ, അപ്പൊ അതിന് ഇത്ര എമൗണ്ട്, ആക്സിഡന്റ് മൂലം നമുക്ക് കയ്യോ കാലോ ഒടിഞ്ഞു, അപ്പൊ ഒരു കാലം ഒടിഞ്ഞപ്പോ ഇത്ര രൂപ, ആ രൂപയാണ് കൊടുക്കുന്നത്. പിന്നെ അത് ഓർ ഡെത്ത്, ഇപ്പൊ ചിലര് ആക്സിഡന്റ് പറ്റി മരണം സംഭവിക്കാം അല്ലെ, മരണം സംഭവിക്കാം. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കയ്യോ കാലോ ഒടിഞ്ഞ ആ പൈസ ആയിരിക്കും ഇതിന് കൊടുക്കുന്നത്? അല്ല, ആ എമൗണ്ട് കൂടുതലായിരിക്കും. അതാണ് നമുക്ക് ആക്സിഡന്റ് മൂലം എത്രത്തോളം നമുക്ക് ഇത് സംഭവിച്ചു അതിന്റെ ബേസ് ചെയ്തിട്ടാണ്. അതെങ്ങനെയാ? ലംബ് സം. ലംബ് സം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒറ്റ തുകയായിട്ട് കുറച്ച് കുറച്ച് മന്ത്ലി അങ്ങനെ കൊടുക്കുകയല്ല ചെയ്യണത്. ആക്സിഡന്റ് ഒക്കെ മൂലം മരിച്ചു കഴിഞ്ഞാല് ഒരു 2 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ, അത് അവരുടെ ഇത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഒറ്റ തുകയായിട്ട് കൊടുക്കുക. അല്ലാതെ കുറച്ച് കുറച്ച് പൈസയല്ല. കിട്ടിയിട്ടുണ്ട് ആർക്കെങ്കിലും ഒക്കെ അങ്ങനെ?
കിട്ടിയിട്ടുണ്ടോ? ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു തോന്നുന്നു. എന്റെ അച്ഛന്റെ പെങ്ങള് അമ്മായിയുടെ മോന് ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു. പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് പ്രൈവറ്റ് ബസ്സാണ് ഇടിച്ചത്. ഇപ്പൊ ഈ അടുത്തിടയ്ക്കാണ് അത് എത്രയാണ് 8-10 ലക്ഷം രൂപയെങ്ങാണ്ട് ഒരുമിച്ച്. അല്ല പിന്നെ അങ്ങനെയല്ല, ലംബ് സം ആയിട്ട്. ലംബ് സം എന്ന് പറഞ്ഞത് ഒറ്റ തുകയായിട്ട്. എത്രയാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. എന്തായാലും ഒരു 8-10 ലക്ഷം രൂപയുടെ അടുത്ത് കിട്ടിയെന്നാണ് ഞാൻ കേട്ടത്. എന്താ പറയാ, അപ്പൊ അത് ഒറ്റ തുകയായിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഒരു 16 വർഷത്തോളമായി. 16 വർഷത്തോളമായി ഈ സംഭവം ഉണ്ടായിട്ട്. 16 അല്ലെങ്കിലുള്ളൂ. അപ്പൊ ഇപ്പോഴാണ് ആ ആള് മരിച്ചതിന്റെ പൈസ ഇപ്പോഴാണ് കിട്ടിയ. ഇൻഷുറൻസ് പൈസ ഇപ്പോഴാണ് കിട്ടിയത്. ഒരു 3 മാസമായുള്ളൂ കിട്ടിയത്. ഓക്കെ. അപ്പൊ അതെങ്ങനെയാ നമ്മൾ കൊടുക്കുന്ന? ആക്സിഡന്റ് മൂലം നമുക്കുണ്ടാകുന്ന ഇഞ്ചുറിക്ക് കിട്ടുന്ന കവറേജ് ആണ് ആക്സിഡന്റ് പോളിസി കവറേജ് എന്ന് പറയുന്നത്. ആക്സിഡന്റ് പോളിസി കവർ എന്ന് പറയുന്നത് അതും നമ്മൾ എങ്ങനെയാണ്, അപ്പൊ അതിന്റെ ആ ഒരു ഇഞ്ചുറി എത്രത്തോളം ഉണ്ട്, അതിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ട് എന്നതിന് ബേസ് ചെയ്തിട്ട്. അപ്പൊ ഒരു കൈ ഒടിഞ്ഞു, അപ്പൊ ചെറിയ എമൗണ്ട് ആയിരിക്കും അല്ലെ. പക്ഷെ ആള് മരിക്കുക, അതാണ് എനിക്ക് അതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ലല്ലോ അല്ലെ. മാക്സിമം എന്താ ആക്സിഡന്റ് പറ്റി മരിക്കുക. അപ്പൊ അതിന് ഇത്ര ഡെത്ത് ആയി കഴിയുമ്പോ ഇത്ര രൂപ, അതും ഒറ്റ തുകയായിട്ടാണ് അവിടെ കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി ലംബ് സം ആയിട്ട് അതന്നെ ലംബ് സം എന്ന് പറഞ്ഞാൽ ഒറ്റ തുകയായിട്ട് ഒരു പ്രാവശ്യം 5 ലക്ഷം രൂപ ഒരുമിച്ച് അങ്ങ് കൊടുക്കും. 10 ലക്ഷം രൂപയാണെങ്കിൽ 10 ലക്ഷം രൂപ ഒരുമിച്ച് അങ്ങ് കൊടുക്കും. ലംബ് സം. ഇനി അടുത്തതാണ് ടോപ്പ് അപ്പ് കവർ. ടോപ്പ് അപ്പ് കവർ എന്ന് പറഞ്ഞാൽ എന്താ? A top-up health cover is considered as an extension cover. Extension എന്ന് പറഞ്ഞാൽ വിപുലീകരണം. അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പൊ നമ്മളൊരു പോളിസി കവറേജ് എടുത്ത് ആ പോളിസി കവർ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ എമൗണ്ട് അത്രയും അല്ല, അതിൽ കൂടുതലാവുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാം. എക്സ്റ്റൻഷൻ കവർ ആണ് ടോപ്പ് അപ്പ് കവർ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചവിടെ. ടോപ്പ് അപ്പ് കവർ, ടോപ്പ് അപ്പ് കവർ, top-up cover. A top-up health cover is considered as an extension cover over your current health hospitalization policy. നമ്മുടെ നിലവിലുള്ള ഹെൽത്ത് ഹോസ്പിറ്റലൈസേഷൻ പോളിസി അതിനെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന കവറേജ് ആണ്. ദിസ് പോളിസി ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. അതായത് നമ്മുടെ നിലവിൽ നമ്മളൊരു പോളിസി ഉണ്ട്, അതിന്റെ ഒപ്പം തന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ടോപ്പ്-അപ്പ് കവർ എന്ന് പറയുന്നത്. This policy can be considered as an add-on cover to your current hospitalization policy. ഉണ്ടോ? നമ്മുടെ നിലവിലുള്ള ഹോസ്പിറ്റലൈസേഷൻ പോളിസി അതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് അതിനോട് ആഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന കവറേജ് ആണ്. In case of higher expenses due to illness or accident, when the existing policy sum insured is exhausted, a top-up cover may care of extra expenses. കണ്ടോ? അപ്പൊ നമ്മളെ നിലവിൽ നമ്മളൊരു പോളിസി എടുത്തു, അതിന്റെ മാക്സിമം ഇൻഷുറൻസ് എമൗണ്ട് 2 ലക്ഷം രൂപ നമുക്ക് കിട്ടുള്ളൂ എന്ന് ഉണ്ട്. ആ പോളിസിയില് ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പറയുന്നുണ്ട് ഹോസ്പിറ്റലൈസേഷന് മാക്സിമം 2 ലക്ഷം രൂപ വരെ കിട്ടുള്ളുന്നുണ്ട്. പക്ഷെ നമുക്ക് വലിയൊരു രോഗമായിരുന്നു, അതായത് 5 ലക്ഷം രൂപയായി നമുക്ക്. അപ്പൊ നമ്മുടെ ആ നിലവിലുള്ള പോളിസിയില് അത് പോളിസി എമൗണ്ട് തീർന്നില്ലേ? 2 ലക്ഷം രൂപ വരെ ആ കവറേജ് തരുള്ളൂ. പിന്നെ 2 ലക്ഷം രൂപ കൂടുതലായാൽ നമ്മൾ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും അല്ലെ. ബാക്കി അവര് പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഇൻഷുറൻസ് ഇതിനകത്ത് പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻസിന് പറഞ്ഞിട്ടുണ്ട് 2 ലക്ഷം രൂപ വരെയുള്ള ചിലവുകൾക്ക് ഇൻഷുറൻസ് എമൗണ്ട് കിട്ടുള്ളുന്നുണ്ട്. കറണ്ട്. അപ്പൊ അതാണ് നമ്മളെ നിലവിലെ പോളിസി എടുക്കുമ്പോൾ അവിടെ ഒരു ഇൻഷുറൻസ് എമൗണ്ട് പറയട്ടില്ലേ, അതിൽ കൂടുതൽ നമുക്ക് ചെലവാകുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അത് നമുക്ക് തീർന്നു പോവുകയാണെങ്കിൽ നമ്മുടെ നിലവിലുള്ള പോളിസിയില് ആ എമൗണ്ട് നമുക്ക് എക്സ്പോസ്റ്റ് എന്ന് വെച്ചാൽ എന്താ, അത് തീർന്നു പോവുക. അത് തീർന്നു പോവുകയാണെങ്കിൽ ടോപ്പ് അപ്പ് കവർ ടേക്ക് കെയർ ഓഫ് എക്സ്ട്രാ എക്സ്പെൻസ്. എക്സ്ട്രാ എക്സ്പെൻസ് എങ്ങനെയാ നമുക്ക് ടോപ്പ് അപ്പ് കവറിലൂടെ നമുക്ക് എടുക്കാൻ പറ്റും. അതായത് എക്സ്ട്രാ നമ്മൾ അതിന്റെ ഒപ്പം തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ടോപ്പ് അപ്പ് കവർ. അതിന്റെ ചെലവുകൾ നമുക്ക് അപ്പൊ ആ പോളിസിയുടെ എമൗണ്ട് കഴിഞ്ഞ് വരുന്ന ചെലവുകൾ നമുക്ക് ആ ടോപ്പ് അപ്പ് കവറിലൂടെ വഹിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തേ, അത്രയും നോക്കിയാൽ മതി അവിടെ. അത്രയും കാര്യങ്ങള് നോക്കാം.
ക്രിട്ടിക്കൽ ഇൽനെസ് കവറില് ട്രാൻസ്പ്ലാന്റ് എന്ന് പറയാൻ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടേ, പിന്നെ ആ സം ഗ്രേവ് ഇൽനെസ് അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ചില ഗൗരവപരമായിട്ടുള്ള രോഗങ്ങള്, ദീർഘനാള് റിക്കവറി വരുന്ന രോഗങ്ങള്, അങ്ങനെയുള്ള രോഗങ്ങൾക്ക് അഡീഷണൽ കോസ്റ്റുകൾ വരാം. ഇൻസിഡന്റ് ആകസ്മികമായി ഉണ്ടാകുന്ന ചെലവുകള്, നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ലോസ്, നഷ്ടം, പിന്നെ അതുപോലെ തന്നെ ഫാമിലിക്ക് ആ ഒരു ഫാമിലിയുടെ സ്ട്രക്ചറിൽ ഒരു വ്യത്യാസമൊക്കെ വരാം. പിന്നെ പേഴ്സണൽ ആക്സിഡന്റിന്റെ ആ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക, അക്കൗണ്ട് ഓഫ് ആക്സിഡന്റ് എന്ന് വരെയും അണ്ടർലൈൻ ചെയ്തിടുക, പിന്നെ ടോപ്പ് അപ്പ് കവറിൽ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക. അത്രയും മതി. ഡാഷ് കവർ കൺസിഡർ, ഫസ്റ്റ് സെന്റൻസ് അവിടെ നോട്ട് ചെയ്തിടുക. ഇനി അടുത്തതാണ്, അപ്പൊ ഇത്രയും ഇത് നോക്കി വെക്കണം കേട്ടോ. അത് ഏത് കവറിൽ വരുന്ന, ഏത് ഇതില് ഹോസ്പിറ്റലൈസേഷൻ കവറിലാണോ, ഹോസ്പിറ്റൽ ക്യാഷ് കവറിൽ വരുന്നതാണോ, ക്രിട്ടിക്കൽ ഇൽനെസ് കവറിൽ വരുന്നതാണോ, പേഴ്സണൽ ആക്സിഡന്റ് കവർ ആണോ, ടോപ്പ് അപ്പ് കവർ ആണോ, ഫസ്റ്റ് സെന്റൻസ് എല്ലാത്തിനെയും നോട്ട് ചെയ്ത് വെക്കണം. ഇനി സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഇറ്റ് ഈസ് ആൻ ഇൻഷുറൻസ് പ്രോഗ്രാം ദാറ്റ് മീറ്റ്സ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഫോളോയിങ് ത്രീ കണ്ടീഷൻ. അപ്പൊ ഇവിടെ നമ്മൾ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്, നമ്മുടെ ഇന്ത്യയില് നിലവിലുള്ള ചില ഇൻഷുറൻസ് സ്കീമുകളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. നമ്മുടെ ഇന്ത്യയില് നിലവിലുള്ള ചില ഇൻഷുറൻസ് സ്കീമുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവിടെ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്, അതിന്റെ ബ്രാക്കറ്റില് SHI എല്ലാത്തിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് എടുത്തൊന്ന് എഴുതി വെച്ചേ. SHI എന്ന് പറഞ്ഞ എന്താ? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. എക്സ്പാൻഡ് SHI എഴുതാം, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. അതിന്റെ ബ്രാക്കറ്റിൽ ഒന്ന് എഴുതി വെച്ചാൽ മതി, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. ഇനി അവിടെ നോക്കി features and it is an insurance program that meet at least one of the following three conditions. ഇവിടെ 3 കണ്ടീഷൻസ് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതില് ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് വൺ, ഈ 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഇൻഷുറൻസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ആ ഇൻഷുറൻസ് പ്രോഗ്രാം ഏതാണ്? ഈ പറയുന്ന 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണെങ്കിലും പാലിക്കണം, മീറ്റ് ചെയ്യണം. Insurance program that meet at least one of the following 3 conditions. ഒന്നാമത്തെ എന്താ? Participation in the program is mandatory either by law or by the condition of the employment. എങ്ങനെയാ നമ്മള് ആ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം എന്ന് പറയുന്നത് എങ്ങനെയാണ്? മാൻഡേറ്ററി, നിർബന്ധമാണ്. അതാണ് ഒന്നാമത്തെ ഒരു കണ്ടീഷൻ. ഇൻഷുറൻസ് നിർബന്ധമാണ്, ഐദർ ബൈ ലോ ഓർ കണ്ടീഷൻ ഓഫ് ദ എംപ്ലോയ്മെന്റ്. ഒന്നിൽ നിയമമായിരിക്കും, നിയമം അനുസരിച്ചോ അല്ലെങ്കിൽ ആ തൊഴിലിന്റെ വ്യവസ്ഥ അനുസരിച്ചോ ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതായത് റിസ്ക് ജോലിയൊക്കെ ഇല്ലേ, റിസ്ക് ജോലിയൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ജോലിയിൽ കയറുമ്പോൾ തന്നെ നമ്മൾ ഇൻഷുറൻസ് എടുക്കണം. അത് അവിടുത്തെ ലോയാണ്, അവിടുത്തെ നിയമമാണ് അല്ലെ. ജോലി ചെയ്യുമ്പോൾ ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതാണ് ഒന്നാമത്തെ ഇത് പറയുന്നത്, മാൻഡേറ്ററി, നിർബന്ധമാണ്. പാർട്ടിസിപ്പേഷൻ, ആ ഇൻഷുറൻസ് എടുക്കണം. അപ്പൊ നമ്മൾ ചില ജോലികള് നമ്മൾ ജോലിക്ക് കയറുമ്പോൾ തന്നെ ഇൻഷുറൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ജോലിയുടെ ഒരു ലോ അനുസരിച്ച്, ആ തൊഴിലിന്റെ കണ്ടീഷൻ അനുസരിച്ച് ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. രണ്ടാമത്തെ എന്താ? ദ പ്രോഗ്രാം ഈസ് എക്സസൈസ്ഡ് ഓൺ ബിഹാഫ് ഓഫ് എ ഗ്രൂപ്പ് ആൻഡ് ലിമിറ്റഡ് ടു ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഈ ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് പ്രോഗ്രാം നടപ്പിലാക്കുന്നത്. ആണ്, അത് ഒരാൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. എന്തിന്റെ ഇത് നിർവഹിക്കുന്നത് ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ്. എന്താണ് ഈ ഒരു പ്രോഗ്രാം, ഇൻഷുറൻസ് പ്രോഗ്രാം നടപ്പിലാക്കുന്നത്. അതായത് ഒരുപാട് വലുതല്ല, 2 3 പേരുകൾ, 3 4 പേരുകൾ ഉള്ള ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ്. ബിക്കോസ് ഓഫ് എ ഗ്രൂപ്പ് ആൻഡ് ലിമിറ്റഡ് ടു ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഗ്രൂപ്പിന് വേണ്ടിയാണ് ഇത് നടപ്പിലാക്കുന്നത്. 2 3 പേര് അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്തത് നോക്കിയേ, അടുത്തൊരു കണ്ടീഷൻ എന്താ പറഞ്ഞേക്കുന്നത്? ആൻ എംപ്ലോയർ മേക്സ് ദ കോൺട്രിബ്യൂഷൻ ടു ദ പ്രോഗ്രാം. ആ ഇൻഷുറൻസ് പ്രോഗ്രാമിന് എന്താ? എംപ്ലോയർ, അവിടത്തെ തൊഴിലുടമ, എംപ്ലോയർ ഒരു കോൺട്രിബ്യൂഷൻ നൽകണം.
ഓൺ ബിഹാഫ് ഓഫ് ആൻ എംപ്ലോയി. എംപ്ലോയിയുടെ പേരിൽ എംപ്ലോയർ ഒരു കോൺട്രിബ്യൂഷൻ നൽകണം. ഈ ഒരു 3 കണ്ടീഷൻസ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഒരു ഇൻഷുറൻസ് പ്രോഗ്രാം മീറ്റ് ചെയ്യുന്ന 3 കണ്ടീഷൻ. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ്, ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ പാലിക്കണം എന്നുണ്ട്. ഒന്നാമത്തെ നിർബന്ധമാണ് ഇൻഷുറൻസ്. ആ ഇൻഷുറൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. ഓക്കെ, അവിടെ ആ തൊഴിലിന്റെ നമ്മുടെ അവിടുത്തെ നിയമമാണത്. നമ്മൾ ജോലിക്ക് കയറുമ്പോൾ ഇൻഷുറൻസ് വേണം. ഇൻഷുറൻസ് എടുക്കാതെ അവിടെ ആർക്കും ജോലി ചെയ്യാൻ പാടില്ല. ഈ എംപ്ലോയ്മെന്റിന്റെ കണ്ടീഷൻ അതാണ് ഞാൻ പറഞ്ഞ ഹൈ റിസ്ക് ജോലിയൊക്കെ ആകുമ്പോൾ ഇൻഷുറൻസ് എന്തായാലും എടുത്തേ പറ്റുള്ളൂ. പിന്നെ അടുത്തത് ഇതൊരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് നടപ്പിലാക്കുന്നത്. പിന്നെ അടുത്തത് എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഒരു കോൺട്രിബ്യൂഷൻ അവിടെ നൽകണം. Okay. The employer makes a contribution to the program on behalf of an employee. ഇനി ഇവിടെ നോക്കിയേ, ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. ഒരു ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണോ ഉള്ളത്? ഇത് പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ബെനിഫിറ്റ്സ് എന്താ? ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ആർ ഓഫേർഡ് അറ്റ് എ ലോ കോസ്റ്റ്. അപ്പൊ കുഞ്ഞതായിട്ട് നോട്ട് ചെയ്താൽ മതി. എന്താ ലോ കോസ്റ്റ്? കുറച്ച് കോസ്റ്റിൽ അത് ഓഫർ ചെയ്യുന്നു. ഇൻഷുറൻസ് ഒക്കെ എടുക്കാൻ ഒരുപാട് പൈസയൊന്നും നമ്മുടെ അതിന് മേടിക്കൂല. നമ്മളൊരു ചെറിയ എമൗണ്ട് അടച്ചാൽ മതി. ഇപ്പൊ കമ്പനി ജോലിക്കാരൊക്കെ ഒരു എമൗണ്ട് ഇൻഷുറൻസിലേക്ക് അടയ്ക്കേണ്ട അവരുടെ സാലറിയിൽ നിന്ന് തന്നെ അത് കയറി പൊക്കോളും. ഇത്ര രൂപ ഇൻഷുറൻസിലേക്ക് അവർ അടയ്ക്കേണ്ടി വരും. അത് ലോ ഗവൺമെന്റിന്റെ അല്ലേ? അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്താ ഓഫർ ചെയ്യുന്നത്? ലോ കോസ്റ്റിൽ, കുറഞ്ഞ കോസ്റ്റില് അത് വാഗ്ദാനം ചെയ്യുന്നു. ലോ കോസ്റ്റില് ഓഫർ ചെയ്യുന്നു. ഇനി അടുത്തത് BPL ഫാമിലീസ് can also get of insurance benefits with this policy. ഈ പോളിസിയിലൂടെ BPL ഫാമിലിക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്നു. രണ്ടാമത്തെ BPL ഫാമിലി, അത്ര അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. BPL ഫാമിലീസ് ക്യാൻ ഓൾസോ ഗെറ്റ് ഓഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ് വിത്ത് ദിസ് പോളിസി. ഈ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിലൂടെ BPL ഫാമിലിക്ക് എന്ത് ചെയ്യുന്നു? അവർക്കും കൂടി ബെനിഫിറ്റ് അതിൽ കിട്ടുന്നുണ്ട്. പിന്നെ അപ്പൊ BPL ഫാമിലി എന്നുള്ളത് അതിലൊന്ന് കുഞ്ഞതായിട്ട് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. ആദ്യത്തേല് നമ്മള് ലോ കോസ്റ്റ് എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്തു. ഫസ്റ്റ് പോയിന്റിൽ ലോ കോസ്റ്റ് എന്നുള്ളത് കുഞ്ഞതാക്കി നോക്കി വെക്കുക. പിന്നെ BPL ഫാമിലിക്കും കൂടി ബെനിഫിറ്റ് കിട്ടുന്നു എന്നുള്ളത് രണ്ടാമത്തെ പോയിന്റിൽ കുഞ്ഞതായിട്ട് നോട്ട് ചെയ്യുക. പിന്നെ അടുത്ത് നോക്കിയേ, ദ പോളിസി ഗ്യാരണ്ടി കവറേജ് ഫോർ ദ പൂർ പീപ്പിൾ. ആർക്കും കൂടി കവറേജ് കൊടുക്കുന്നുണ്ട്? ഉറപ്പുന്നുണ്ട്. പൂർ പീപ്പിൾ കൂടി, പാവപ്പെട്ട ആളുകൾക്ക് കൂടി കവറേജ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അണ്ടർലൈൻ ചെയ്ത പൂർ പീപ്പിൾ എന്നുള്ളത് ഞാൻ പഠിക്കാൻ എളുപ്പത്തിലാട്ട പറഞ്ഞു തന്നെ. പൂർ പീപ്പിൾ, പാവപ്പെട്ട ആളുകൾക്ക് കൂടി കവറേജ് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ബെനിഫിറ്റ് എന്താ? The policy consists of treatment in both the private and government hospitals for the better health care. നല്ലൊരു ആരോഗ്യ പരിചരണത്തിന് വേണ്ടിയിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്കും ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിനും ഇത് കവറേജ് കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റലിലും പ്രൈവറ്റ് ഹോസ്പിറ്റലും ബെറ്റർ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെ എങ്ങനെയാ അവര് കൊടുക്കുന്ന ഇൻഷുറൻസ് സ്കീം എന്താ ഓഫറിങ്? ലോ കോസ്റ്റിന്, കുറഞ്ഞ ചെലവില്. പിന്നെ അടുത്ത രണ്ടാമത്തെ ആർക്കുണ്ട്? BPL ഫാമിലിക്ക് കൂടി ഇൻഷുറൻസ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റില് പൂർ പീപ്പിൾ, പാവപ്പെട്ട ആളുകൾക്ക് കൂടി കവറേജ് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ? ഈ പ്രൈവറ്റ് ഗവൺമെന്റ് രണ്ടിടത്തും ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിന് കവറേജ് കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ നോക്കിയ 4 കാര്യങ്ങള്? അവിടെ ലാസ്റ്റത്തേല് ട്രീറ്റ്മെന്റ് ഇൻ ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. അത്രയും അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. അവിടെ എളുപ്പത്തിനായിട്ടാ ഞാൻ പറഞ്ഞത്. ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സിന് അത് മാത്രം നിങ്ങൾ നോക്കി വെച്ചാൽ മതി. എളുപ്പമാണ്. ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റിനും കവറേജ് കൊടുക്കുന്നുണ്ട്. ഫീച്ചേഴ്സ്. ഇനി അടുത്തതാണ് ESI. അത് കേട്ടിട്ടുണ്ടോ നിങ്ങള്? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം. ESI കമ്പനി ജോലിക്കാരൊക്കെ പറയൂലേ, എനിക്ക് ESI ഉണ്ട്, പേടിക്കണ്ട അല്ലെ? അവർക്കുടെ വീട്ടിലെ അച്ഛനോ അമ്മയ്ക്കോ വൈഫിനോ ആർക്കെങ്കിലും ഒക്കെ മക്കൾക്കൊക്കെ അസുഖം വന്നു കഴിഞ്ഞാല് വേറെ ESI ഉണ്ടാവും. ആ കമ്പനിക്ക് ഇതിനകത്ത് ESI കിട്ടും.
അപ്പൊ മരുന്നുകളും ഇതൊക്കെ അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഫ്രീ എന്ന് പറഞ്ഞാൽ ആ കമ്പനി, ആ എംപ്ലോയർ എന്താ പറയാ, നമ്മൾ ആ കമ്പനിയിൽ അവരൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കണ്ടല്ലോ. അവരവരുടെ ജോലിക്ക് ചെയ്യുമ്പോൾ ഇൻഷുറൻസ് അവർക്കുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഇതായിട്ട് അവരുടെ ഫാമിലിക്ക് കൂടി ഇത് കിട്ടും. ഇതാണ് ESI. ESI നോക്കാട്ടോ. Employee the State Insurance Scheme ESI established in 1914. ആ ഡേറ്റ് ഒന്ന് അച്ഛനും അമ്മയ്ക്കും ഉണ്ട് അല്ലെ? അച്ഛനും അമ്മയ്ക്കും മക്കൾക്കൊക്കെ ഇല്ലേ, പിന്നെ വൈഫ് മക്കൾക്കൊക്കെ, അതും ഇപ്പോൾ ഇതിനനുസരിച്ച് ആർക്കെങ്കിലും ഒക്കെ ESI ഉള്ളവരുണ്ടോ? ഹസ്ബൻഡ് ഒക്കെ ജോലിക്ക് ജോലി ചെയ്തിട്ട് ESI കിട്ടുന്നവരുണ്ടോ? ESIയുടെ ഇത് അവർക്ക് ആ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ESIയുടെ ഹോസ്പിറ്റലിൽ അവര് പൈസ ഒന്നും വേണ്ട. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1948. ഒന്ന് നോട്ട് ചെയ്തേ, ESI എസ്റ്റാബ്ലിഷ് ചെയ്ത് 1948 ദ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം ESIS. അതൊന്ന് എക്സ്പാൻഡഡ് ഫോം നോക്കിക്കോട്ടെ. ESIS എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം ഈസ് ബോത്ത് ക്യാഷ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്. ക്യാഷും മെഡിക്കൽ ബെനിഫിറ്റും നമുക്ക് നൽകുന്നുണ്ട്. ഈ ബോത്ത് ക്യാഷ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്, പൈസ ആയിട്ടും മെഡിക്കൽ ചെലവുകൾ അതും കിട്ടുന്നുണ്ട്. ദ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ കൺട്രോൾ ദ സ്കീം. അണ്ടർലൈൻ ചെയ്തേ, ESIനെ കൺട്രോൾ ചെയ്യുന്ന ആരാ? ദ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ESIC. The Employee State Insurance Corporation ESIC controls the scheme and is a corporate semi-government body led by ആരാ നയിക്കുന്നത്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആസ് എ ചെയർമാൻ. ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആസ് എ ചെയർമാൻ ആൻഡ് ഡയറക്ടർ ജനറൽ ആസ് എ ചീഫ് എക്സിക്യൂട്ടീവ്. ഡയറക്ടർ ജനറൽ ആണ് ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അവരുടെ ആ കൺട്രോളിലായിരിക്കും, അവരാണ് നയിക്കുന്നത്. ESIC 1948 എസ്റ്റാബ്ലിഷ് ചെയ്തു. മെഡിക്കൽ ക്യാഷ് കവർ ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്, ബോത്ത് ക്യാഷ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ESIC കൺട്രോൾ, അവരാണ് സ്കീമിനെ കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് ഈസ് എ കോർപ്പറേറ്റ് സെമി ഗവൺമെന്റ് ബോഡിയാണ്. കോർപ്പറേറ്റ് സെമി ഗവൺമെന്റ് ബോഡി ആരാണ് നയിക്കുന്നത്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആസ് എ ചെയർമാൻ ആൻഡ് ഡയറക്ടർ ജനറൽ ആസ് എ ചീഫ് എക്സിക്യൂട്ടീവ്. ഇനി ഈ ESIയുടെ ഇത് നമുക്ക് പല ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട് ESIയിലൂടെ. ടു മേക്ക് ദ യൂസ് ഓഫ് സിക്നെസ് ബെനിഫിറ്റ്. നമുക്ക് രോഗങ്ങളൊക്കെ വരുമ്പോ അതിന്റെ ബെനിഫിറ്റ് ഇല്ലേ? The employee has to have worked for 78 days before sickness. ഏതാ? അതൊരു ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ എംപ്ലോയി 78 ദിവസം മുന്നേ ആ രോഗം വരുന്നതില് 78 ദിവസമോ അതിൽ കൂടുതലോ കമ്പനിയിൽ ജോലി ചെയ്തിരിക്കണം. പിന്നെ ഞാൻ കമ്പനി കയറി നാളെ എനിക്ക് രോഗം വന്നാൽ കിട്ടൂല. എനിക്കിപ്പോ രോഗം വന്നതിന് 78 ദിവസം മുമ്പ് അല്ലെങ്കിൽ അതിൽ കൂടുതലോ ജോലി ചെയ്ത ഒരാൾക്ക് മാത്രം, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആ സിക്നെസ് ബെനിഫിറ്റ് കിട്ടുള്ളൂ. കഴിഞ്ഞ ആഴ്ച ഞാൻ ജോലി കയറി, ഇന്ന് എനിക്ക് അസുഖം വന്നു, കിട്ടൂല അല്ലെ? അതായി 78 days എന്നുള്ളത് നോക്കാട്ടോ. 78 ദിവസമോ അതിൽ കൂടുതലോ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അസുഖം വന്നാൽ മാത്രമേ ആ സിക്നെസ് ബെനിഫിറ്റ് കിട്ടുള്ളൂ. അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. 78 days എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. സിമിലർലി ടു മേക്ക് ദ യൂസ് ഓഫ് മെറ്റർണിറ്റി ബെനിഫിറ്റ്, the woman has been worked 70 days before availing the benefit. ഇനി ഒരു മെറ്റർണിറ്റി പ്രസവ ആനുകൂല്യമാണല്ലോ. ഇന്നിപ്പോ കയറി പിറ്റേ ദിവസം പിന്നെ ഇതായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല്ല. എങ്ങനെയാ? വുമൺ ഹാസ് വർക്ക്ഡ്. എത്ര ദിവസം വർക്ക് ചെയ്യണം ആ സ്ത്രീ? 70 ദിവസം മുന്നേ. എന്നാലും ആ 70 ദിവസം മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. 70 ദിവസമോ അതിൽ കൂടുതലോ അവര് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്ക് മാത്രമേ പ്രസവ ആനുകൂല്യം കിട്ടുള്ളൂ. ഇന്നാണ് ഞാൻ ജോലിക്ക് കയറിയത്, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ ജോലിക്ക് കയറിയത്, അടുത്ത ആഴ്ച എനിക്ക് പ്രസവാനുകൂല്യം അത് വേണമെന്ന് പറഞ്ഞാൽ കിട്ടൂല. ആ രണ്ട് കാര്യങ്ങളും നോക്കാട്ടോ. മെറ്റർണിറ്റി ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ആ സ്ത്രീ 70 ദിവസം മുന്നേ അല്ലെങ്കിൽ 70 ദിവസത്തിൽ കൂടുതലോ ജോലി ചെയ്തിരിക്കണം. പിന്നെ നമുക്ക് ആ സിക്നെസ് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ആ എംപ്ലോയി 78 ദിവസം മുന്നേ, ആ രോഗം വന്നതിന് 78 ദിവസം മുന്നേ ആ കമ്പനിയിൽ 78 ദിവസമോ അതിൽ കൂടുതലോ ആ കമ്പനിയിൽ ജോലി ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ആ അസുഖം ESIയുടെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. ക്ലിയർ ആണോ?
ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങള് നിങ്ങള് ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. ഒന്നാമത്തെ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതിപ്പോ നമുക്ക് ഒരുപാട് സ്പീഡിന് ഓടിച്ച് പറയാൻ പറ്റില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് പിന്നീടാണെങ്കിലും നമുക്ക് പ്രയോജനമുള്ള കാര്യം തന്നെയാണ്. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. കഴിഞ്ഞ ആഴ്ച ജോലിക്ക് കയറിയിട്ട് അയ്യോ എനിക്ക് സിക്നസ് ബെനിഫിറ്റ് തന്നെ എന്ന് പറഞ്ഞാൽ കിട്ടൂല. അവിടെ ഒരു ഡേയ്സ് പറയണ്ടേ, 78 ദിവസം മുന്നേ ജോലിക്ക് കയറണം. അതിൽ കൂടുതൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ആ സിക്നസ് ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഇപ്പൊ മെറ്റർനിറ്റി ബെനിഫിറ്റ് നമ്മുടെ പ്രസവാനുകൂടി ആണെങ്കിൽ ആ സ്ത്രീയെ 78 ദിവസം മുന്നേ അവിടെ ജോലി ചെയ്തിരിക്കണം. അതിൽ കൂടുതല്. അത് രണ്ടും നോട്ട് ചെയ്ത് വെക്കാം. ഇനി എന്തായിരുന്നു നിങ്ങൾ ഡിസ്കസ് ചെയ്തേണ്ട? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ക്ലാസ്സുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇതാണോ നിങ്ങൾ പറഞ്ഞത്? മിസ് എന്തോ ഇതൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ടൊക്കെ നിങ്ങളിവിടെ ഞാൻ കയറുമ്പോഴേ നല്ല മെസ്സേജ്. അത് എന്താണോ പിള്ളേർക്ക് പറ്റി? മറന്നില്ല അല്ലേ? അത് ശരി. അങ്ങനെ മറക്കാൻ പറ്റുമോ? നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ പറയുമ്പോ അത് ഞങ്ങൾക്ക് അറിയണ്ടേ എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താന്നുള്ളത് ഞങ്ങൾക്ക് ചോദിക്കേണ്ട കാര്യമുണ്ടല്ലോ. ആ മെസ്സേജ് കണ്ടായിരുന്നു കേട്ടോ. ഞാൻ കയറിയപ്പോ നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മെസ്സേജ് ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞോണ്ടൊക്കെ മെസ്സേജ് ഇവിടെ കണ്ടു. നമുക്ക് വിഷമോ? അതെ, അതാണ്. ഓക്കെ ഓക്കെ, കണ്ടിട്ടില്ല. ആ, പറയാം കേട്ടോ. ആ, ഞാൻ പറഞ്ഞു. ഓക്കെ, ഒരു എനർജി ഇല്ലായിരുന്നു. ഓക്കെ, അതാണോ ആതിര മിസ്സിന് എന്തൊരു പ്രോബ്ലം ഉണ്ടെന്ന്? അതാണ് നിങ്ങൾ? ഓക്കെ, ഞാൻ ഓക്കെ. നമ്മുടെ ക്ലാസ് ഇനിയിപ്പോ നമുക്ക് തീരാറൊക്കെ ആയി. എല്ലാവരുടെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണോ? ക്ലാസ്സുകൾക്ക് എന്തെങ്കിലും ആ ആ നിങ്ങൾ ഇത്രയും നല്ല സ്നേഹമുള്ള കുട്ടികളാണോ? ആണോ? ഓക്കെ 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 ഓക്കെ, താങ്ക് യു. അപ്പൊ ഞങ്ങൾക്കൊരു സങ്കടമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, നമ്മള് ചിലപ്പോ ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. നിങ്ങൾ ഇത്ര എടുത്തതൊക്കെ ഒന്ന് വാങ്ങിച്ചു വെച്ചേക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.